ഹലോ ഗെയ്സ്, നമ്മുടെ വീട്ടിലുണ്ടാക്കിയ പച്ചക്കറികളും കിഴങ്ങ് വർഗ്ഗങ്ങളും ഒക്കെ നമ്മൾ പറിച്ചെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമില്ല. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, അത് വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. ഇപ്രാവശ്യം ഞങ്ങൾ ഉണ്ടാക്കിയ കപ്പയാണ്. ഇവിടേക്ക് കപ്പ എന്നല്ല പറയുക, കപ്പ എന്ന് പറയും, പക്ഷേ പൂള എന്ന് പറയും, ചില സ്ഥലത്ത് കൊള്ളി എന്നും പറയാറുണ്ട്. ഇപ്പോൾ നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുരട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് പൊന്തിച്ചെടുക്കുന്നത്. എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ച അത്ര ഇല്ല, ഇത് കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഒരു നേരത്തേക്ക് ഇത് മാത്രം മതി. ഇനി എൻ്റെ കുഞ്ഞു അടുക്കളത്തോട്ടാണ് ഇത്. കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ഇത് ഇട്ടത് യെല്ലോ ക്യാപ്സിക്കായിരുന്നു, പക്ഷെ ഉണ്ടായത് പച്ച ക്യാപ്സിക്കാണ്. ഇത് കുറച്ച് നീളമുള്ള മുളകാണ്. പിന്നെ അതുപോലെ കുറച്ച് വഴുതനങ്ങൻ്റെ തൈകളൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ചിലതിലൊക്കെ കായ് ഉണ്ടായിട്ട് പഴുത്ത് നിൽക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ വിത്തിന് വെച്ചതാണ്. ഇതിലിതാ ചെറുത് മാത്രമേ ഉള്ളൂ. കുഞ്ഞൊരു വെള്ളരി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം ഇതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ചിലതൊക്കെ പഴുത്തിട്ട് ഞാൻ ഒരു കവറിട്ടിട്ടൊക്കെ ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. ആയതൊക്കെ നമ്മൾ പറിച്ചെടുക്കാൻ. ഈ ടൊമാറ്റോ ഇങ്ങനെ ഉണ്ടായി കാണുമ്പോണ്ടല്ലോ നല്ല ഭംഗിയാണ് കാണാൻ. ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ മഴ പെയ്യുന്നുണ്ട്, അതാണ് മഴയുടെ സൗണ്ട്. ഇനി നമ്മുടെ പുളിവണ്ട ഇപ്രാവശ്യം ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇത് അധികം ആൾക്കാർ മത്തിയിലാണ് ഇടുക. മത്തി ചീച്ചലൊക്കെ ഉണ്ടെങ്കിൽ ഇതിട്ടാൽ ആ ചീച്ചലിൻ്റെ ടേസ്റ്റൊക്കെ പോകുമെന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ ചമ്മന്തി പഠിക്കാൻ സൂപ്പറാണ് ഇട്ടത്. പിന്നെ ഉള്ളത് കറിവേപ്പില തൈയാണ്. ഇത് നല്ല വലുപ്പമുണ്ട് കേട്ടോ. താഴെ ഇതിൻ്റെ മുള പൊട്ടിയിട്ടാണ് ഒക്കെ ഉണ്ടായത്. ഇതിന് ഞാൻ കൊടുക്കുന്ന വളം എന്ന് പറഞ്ഞാൽ കിച്ചണിലെ വെജിറ്റബിൾ വേസ്റ്റാണ്. അത് 2 ദിവസം കുതിർത്ത് വെച്ചിട്ട് അതാണിപ്പോൾ ഞാൻ ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കുഞ്ഞു കൃഷി വിശേഷങ്ങൾ. ഇനി നമുക്ക് കപ്പ വേഗം ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനെല്ലാം വാഷ് ചെയ്തിട്ടുണ്ട് ഉണ്ടാക്കി. നമുക്ക് തോലൊക്കെ പൊളിച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം. ഇതിൻ്റെ തോലിന് ഭയങ്കര ഉറപ്പാണ്. വെയിലൊക്കെ കൊണ്ടിട്ട് നല്ല ഉറച്ച് വന്നിട്ടുണ്ട്. ഇത് ഞാൻ കട്ട് ചെയ്യുന്നില്ല, നീളത്തിലാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാനിത് അടുപ്പിലാണ് വെക്കുന്നത്. ഇപ്പോൾ വേനലായതുകൊണ്ട് തന്നെ ഒരുപാട് വിറകൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തീയൊക്കെ പിടിച്ച് സെറ്റായിട്ടുണ്ട്. നല്ല ഉണങ്ങിയ വിറകാണ് കേട്ടോ. ഇനി നമുക്ക് അടുപ്പിലിട്ട് കപ്പ അങ്ങോട്ട് വെച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്കൊരു ചമ്മന്തി സെറ്റാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുളകൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതും പച്ചമുളകൊക്കെ ഒന്ന് ചെറുതാക്കി വേഗം കട്ട് ചെയ്തിട്ട് കൊടുക്കാം. എന്നാൽ പെട്ടെന്നൊക്കെ ഒന്ന് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ ചമ്മന്തി ഇവിടെ റെഡിയാക്കാൻ പോവാണ്. 2 സ്പൂണ് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചമ്മന്തിയൊക്കെ പൊടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആൻഡ് സ്പൈസി ആയ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് കപ്പ വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ വാർത്ത് ഇതാ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല പൊടിയാണ് കേട്ടോ. എടുക്കുമ്പോഴത്തേക്ക് ഇതാ പൊടിഞ്ഞു പോവാണ്. ഭയങ്കര ചൂടാണ്. അപ്പോൾ ഞാനിതാ ഒരു ഇലയിലേക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് സെർവ് ചെയ്യാണ്.
നമ്മളിങ്ങനെ കൃഷി ചെയ്തുണ്ടാക്കിയത് കഴിക്കുമ്പോണ്ടല്ലോ മനസ്സിനൊരു സന്തോഷമാണ്. കൂടെ നല്ല ബെസ്റ്റ് ടേസ്റ്റുള്ള ഫുഡ് ആയിരിക്കും. അലിഞ്ഞ ടൈപ്പാണ്. അപ്പോൾ ചമ്മന്തിയൊക്കെ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കട്ടെ. ചമ്മന്തി കുറച്ച് സ്പൈസിന് ഒരു കട്ടൻ ചായ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയ്ക്കുള്ള എൻ്റെ വീഡിയോ. പിന്നെ എൻ്റെ ചാനൽ കയറിയിട്ട് എൻ്റെ കുക്കിങ്ങൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.